സോ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. ഫൈൻഡ് ഔട്ട് ദ സപ്പോർട്ട് റിയാക്ഷൻസ് ഫോർ ദ ബീം ഷോൺ ഇൻ ഫിഗർ. നമുക്കിതൊരു ബീം തന്നിട്ടുണ്ട്. ബീമിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 6 മീറ്റേഴ്സ് ആണ്. അതിൻ്റെ അകത്തേക്ക് രണ്ട് വേർട്ടിക്കൽ ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. 10 കിലോ ന്യൂട്ടൻ്റെയും 20 കിലോ ന്യൂട്ടൻ്റെയും. അപ്പോൾ ആ ബീമിന്റെ ഒരു എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിഞ്ച്ഡ് സപ്പോർട്ട് ആണ്. രണ്ടാമത്തെ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിഞ്ച്ഡ് വിത്ത് റോളർ സപ്പോർട്ട് ആണ്. ആ സപ്പോർട്ട് അതിനൊരു ഇൻക്ലിനേഷൻ ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ. സോ അതിന്റെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എയിലും ബിയിലും വരുന്ന സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ സ്റ്റെപ്പ് 1 എന്താ? നമുക്ക് ആദ്യം ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം അല്ലേ? സോ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഇതിന്റെ ഒരു കോപ്പി എടുക്കാം. ദെൻ നമുക്ക് ആദ്യം ഹിഞ്ച് സപ്പോർട്ടിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഹിഞ്ച് സപ്പോർട്ടിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെയാ വരിക? ഹിഞ്ച് സപ്പോർട്ട് ആ ഹിഞ്ച് സപ്പോർട്ടിന്റെ പ്രത്യേകത അവിടുത്തെ റിയാക്ഷൻ ഇറ്റ് ക്യാൻ ബി ഇൻക്ലൈൻഡ് അല്ലേ? ഇൻക്ലൈൻഡ് ആവുമ്പോൾ അതിനൊരു നമ്മൾ എന്താ പറയുക, ഇൻക്ലൈൻ റിയാക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ നോർമലി ചെയ്യാറ് അതിന്റെ വേർട്ടിക്കൽ കമ്പണന്റും ഹൊറിസോണ്ടൽ കമ്പണന്റും കണ്ടുപിടിച്ചിട്ട് പിന്നെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ അതിനൊരു വേർട്ടിക്കൽ കമ്പണന്റും ഉണ്ടാവും, ഒരു ഹൊറിസോണ്ടൽ കമ്പണന്റും ഉണ്ടാവും അല്ലേ? സോ ഞാൻ ആ വേർട്ടിക്കൽ കമ്പണന്റിനെ RAV എന്ന് വിളിക്കുന്നു. ഹൊറിസോണ്ടൽ കമ്പണന്റിനെ RAH എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് അടുത്ത സപ്പോർട്ട് എടുക്കാം. അത് ഒരു റോളർ സപ്പോർട്ടാണ്. റോളർ സപ്പോർട്ടിന്റെ പ്രത്യേകത എന്താ? അതിന്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സർഫസിന് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അല്ലേ? അത് റെസ്റ്റ് ചെയ്യുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അതിന്റെ റിയാക്ഷൻ ഉണ്ടാവുക. സോ അതിന്റെ റിയാക്ഷൻ എങ്ങനെയാ ഉണ്ടാവുക? ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ? അപ്രോക്സിമേറ്റ്ലി 90 ഡിഗ്രി ആണ്ടാ. ഇതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 90 ഡിഗ്രി ആയിരിക്കും. സോ നമുക്ക് റിയാക്ഷൻ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും വരയ്ക്കാം. പിന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാനിപ്പോൾ തൽക്കാലം ടുവേർഡ്സ് ബീമാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ എയിൽ ടുവേർഡ്സ് ബീം വരച്ച കാരണം ബിയിലും ടുവേർഡ്സ് ബീം വരച്ചു, അത്രേ ഉള്ളൂ. ഇനി നമുക്കിപ്പോൾ നോക്കുമ്പോൾ എന്താ പറയുക, ബിയിൽ വരുന്ന റിയാക്ഷൻ ഇൻക്ലൈൻഡ് ആണ് അല്ലേ? സോ നമുക്ക് അതിന്റെ ഇൻക്ലിനേഷൻ എത്രയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഈ സപ്പോർട്ടിൽ പറയുന്നുണ്ട് സപ്പോർട്ട് റെസ്റ്റ് ചെയ്യുന്ന ഈ പ്ലെയിൻ. ഓക്കെ, അതിനെ ലോക്കൽ എക്സ് ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുക. സോ ലോക്കൽ എക്സും ലോക്കൽ വൈയും തമ്മിലുള്ള ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു ലൈൻ വരയ്ക്കാം. ആ ലൈൻ ഗ്ലോബൽ വൈയിലാണ്. ഓക്കെ, സോ ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ലോക്കൽ എക്സും ഗ്ലോബൽ എക്സും തമ്മിലുള്ള ആംഗിൾ എത്രയാണോ അത്രയും തന്നെ ആയിരിക്കും ഗ്ലോബൽ വൈയും ലോക്കൽ വൈയും തമ്മിലുള്ള ആംഗിളും. ഈ ആംഗിൾ അതായത് ലോക്കൽ എക്സും ഗ്ലോബൽ എക്സും തമ്മിലുള്ള ആംഗിൾ 30 ഡിഗ്രി ആണ്. സോ അതുകൊണ്ട് ഗ്ലോബൽ വൈയും ലോക്കൽ വൈയും തമ്മിലുള്ള ആംഗിളും 30 ഡിഗ്രി ആയിരിക്കും. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആ ലിങ്കിൽ കയറി നോക്കാം. ഓക്കെ, സോ നമുക്ക് നമ്മളതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ ഈ സപ്പോർട്ട് ബിയിൽ വരുന്ന റിയാക്ഷനെ RB എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യാം. എന്താ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് കണ്ടീഷൻ ഉപയോഗിക്കണേ? നമ്മൾ കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സോ എന്താ കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം? സിൻസ് the beam
is in equilibrium, നമുക്ക് എന്ത് പറയാം? Sum of all horizontal forces will be equal to 0 and sum of all vertical forces will be equal to 0. ഒരു കേസും കൂടി ഉണ്ട്, എന്താ അത്? Sum of all moments will be equal to 0. അല്ലേ? നമുക്ക് ഓരോ കണ്ടീഷനായിട്ട് സോൾവ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ, sum of all horizontal forces is equal to 0. ഇതിൻ്റെ അകത്ത് വരുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സിനൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഏതാ ഹൊറിസോണ്ടൽ പൊസിഷൻ? ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഏതൊക്കെയാണ് വരുന്നത്? RH എന്ന് പറഞ്ഞാൽ അല്ലെ, റിയാക്ഷൻ അറ്റ് എയിലെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ട്. സോ RH ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. ഇത് നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ആണ്. ഇതാണ് നമ്മളുടെ സൈൻ കൺവെൻഷൻ. ടുവേർഡ്സ് ലെഫ്റ്റ് വരുന്ന ടുവേർഡ്സ് റൈറ്റ് വരുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സസ് എല്ലാം നമുക്ക് പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. ഓക്കെ, സോ RH പോസിറ്റീവ് ഡയറക്ഷനിലാണ്. ഇനി അടുത്ത വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സ് വരിക, ഇത് വേർട്ടിക്കലാണ്, ഇത് വേർട്ടിക്കലാണ്. RB ഇൻക്ലൈൻഡ് ആണ് അല്ലേ? സോ RBക്ക് ഒരു എന്താ പറയുക, ഒരു അതിന് ഇൻക്ലൈൻഡ് റിയാക്ഷൻ ആയത് കാരണം അതിനൊരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ടാവും. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. ഓക്കെ, ടുവേർഡ്സ് ലെഫ്റ്റ് ആയതുകൊണ്ട് അത് നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. സോ മൈനസ് അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഏതാ? അതിന്റെ ഇൻക്ലിനേഷൻ വരുന്നത് വേർട്ടിക്കലോട്ടാ. സോ അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RB cos 30 അല്ലേ? RB cos 30. വേറെ ഏതെങ്കിലും കോസ് അല്ലല്ലോ, സൈൻ അല്ലേ? സൈൻ ആണ്. RB sin 30 is equal to 0 അല്ലേ? From that we can write RH is equal to RB sin 30. Okay. Then next condition, എന്താ? Sum of all vertical forces is equal to 0. ഇതിനകത്ത് വെർട്ടിക്കൽ ഫോഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക. സൈൻ കൺവെൻഷൻ ടുവേർഡ്സ് ടോപ്പ് വരുന്ന ഫോഴ്സ് ഒക്കെ പോസിറ്റീവ്. ഓക്കെ, സോ നമുക്ക് RAV ഏത് ഡയറക്ഷനിലാണ്? ടുവേർഡ്സ് ടോപ്പ് ആണ്. സോ പോസിറ്റീവ് ഡയറക്ഷൻ. അടുത്തത് ഒരു 10 കിലോമീറ്റർ ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അത് നെഗറ്റീവ് ഡയറക്ഷൻ ആണ് അല്ലേ? സോ RAV -10. അടുത്തത് 20 കിലോമീറ്റർ, അതേ ഡയറക്ഷനിലാണ്, അതും ഡൗൺവേർഡ് ആണ്. സോ -20. അടുത്തത് എന്താ? ഈ RBയുടെ വേർട്ടിക്കൽ കോമ്പണന്റ് അല്ലേ? അത് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുക? അത് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ടോപ്പ് ആയിരിക്കും അല്ലേ? സോ ടുവേർഡ്സ് ടോപ്പ് ആയതുകൊണ്ട് അത് പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. പ്ലസ് RB ഏതാ കമ്പോണന്റ്? cos 30 അല്ലേ? cos 30 equal to 0. From that we can write RAV plus RB cos 30 is equal to how much? 30 അല്ലേ? സോ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചു. നമ്മളുടെ തേർഡ് കണ്ടീഷൻ എന്താണ്? സം ഓഫ് മൊമെന്റ്സ് ഇസ് ഈക്വൽ ടു 0 അല്ലേ? സം ഓഫ് മൊമെന്റ് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് എബൌട്ട് ആയിട്ട് എടുക്കുക. ഞാൻ റിയാക്ഷൻ വരുന്ന ഒരു പോയിന്റ് MAക്ക് എബൌട്ട് ആയിട്ടാണ് എടുക്കുന്നത്. MA ഈക്വൽ ടു 0. അപ്പൊ എനിക്ക് രണ്ട് ഫോഴ്സ് കാരണമുള്ള മൊമെന്റ് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. അത് എളുപ്പത്തിനാണ് അവിടെ തന്നെ പോയിന്റ് എടുക്കുന്നത്. ഓക്കെ, സോ നമുക്കിനി ഇവിടെ വരുന്ന ഈ സിസ്റ്റത്തിന് പോയിന്റ് എയിൽ വരുന്ന മൊമെന്റിന്റെ സം എടുക്കാം. ഫോഴ്സസ് RH ആൻഡ് RAV, ഈ രണ്ട് ഫോഴ്സ് വരുന്നുണ്ട്. രണ്ട് ഫോഴ്സ് കാരണം എയിൽ മൊമെന്റ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാ? ആ രണ്ട് ഫോഴ്സിന്റെയും ലൈൻ ഓഫ് ആക്ഷൻ ആ പോയിന്റിൽ തന്നെയാണ്. സോ അവിടെ ഒരു ലിവർ ആം ഡിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് RH കാരണം മൊമെന്റ് ഉണ്ടാവില്ല, RAV കാരണം മൊമെന്റ് ഉണ്ടാവില്ല. ഇനി അടുത്തത് ഒരു 10 കിലോമീറ്റർ ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ഡൗൺവേർഡ്. അപ്പൊ അത് കാരണം ഉണ്ടാകുന്ന മൊമെന്റ് എന്താണ്? ദാറ്റ് ഈസ് 10 into അതിന്റെ ലിവർ ആം ഡിസ്റ്റൻസ് 2 മീറ്റർ അല്ലെ? ഇനി നമ്മളുടെ മൊമെന്റിന്റെ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ക്ലോക്ക് വൈസ് മൊമെന്റിനെ പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണോ? ആണ് അല്ലെ? ലിവർ ആം ഡിസ്റ്റൻസ് ഫോഴ്സ് ഇങ്ങനെ വരുമ്പോൾ ആ ലിവർ ആം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും.
അല്ലേ? എബൌട്ട് എ അതിങ്ങനെ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. സോ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, അതുകൊണ്ട് ഇത് പോസിറ്റീവ് ആണ്. അതുപോലെ തന്നെയാണ് 20 കാരണം 20 കിലോ ന്യൂട്ടൺ കാരണമുള്ള മൊമെന്റം ഉണ്ടാവുക. മൊമെന്റ് വാല്യൂ എന്താണ്? 20 ഇൻറ്റു ലിവ് അറൗണ്ട് ഡിസ്റ്റൻസ് 4 മീറ്റർ അല്ലേ? അതിന്റെ ഡയറക്ഷനും ഏതാ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് അല്ലേ? സോ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് അതും പോസിറ്റീവ്. ഇനി അടുത്തത് ആർ ബിക്ക് ഒരു ഹൊറിസോണ്ടൽ കമ്പണന്റും വെർട്ടിക്കൽ കമ്പണന്റും. ആർ ബിയുടെ ഹൊറിസോണ്ടൽ കമ്പണന്റ് കാരണം മൊമെന്റ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല അല്ലേ? കാരണം ആർ ബിയുടെ ഹൊറിസോണ്ടൽ കമ്പണന്റ് എന്ന് പറഞ്ഞാൽ അത് പോകുന്നത് ഈ ബീമിന്റെ അതോട് തന്നെയാണ്. അത് ആ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെയാണ് പോയിന്റ് ഉള്ളത്. അതിനും എന്താ പറയുക, ലിവ് അറൗണ്ട് ഡിസ്റ്റൻസ് ഇല്ല. സോ ആർ ബിയുടെ ഹൊറിസോണ്ടൽ കമ്പണന്റ് കാരണം അവിടെ മൊമെന്റ് ഉണ്ടാവില്ല. പക്ഷെ ആർ ബിയുടെ വെർട്ടിക്കൽ കമ്പണന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇതാണ്. ഒരു നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? ദാറ്റ് ഈസ് 6 മീറ്റർ. അതാണ് ലിവ് അറൗണ്ട് ഡിസ്റ്റൻസ്. ഓക്കെ. സോ ഇനി അത് ഇത് എന്താ പറയാ, സൂം ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ആർ ബിയുടെ വേർട്ടിക്കൽ കമ്പണന്റ് അതിങ്ങനെ ആയിരിക്കുമല്ലോ ആക്ട് ചെയ്യുക അല്ലേ? സോ അത് കാരണം അതിന്റെ വേർട്ടിക്കൽ കമ്പണന്റ് കാരണം ഉണ്ടാകുന്ന മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിലാണ്? ലിവ് അറൗണ്ട് ഡിസ്റ്റൻസ് ഇവിടെ തന്നെ ഹിഞ്ച് ചെയ്തേക്കണു, അതിനത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം അല്ല? ഇത് ഏതാ ഡയറക്ഷൻ? ദിസ് ഇസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് അത് കാരണം ആ മൊമെന്റ് നമ്മൾ നെഗറ്റീവായിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ. സോ മൈനസ് അതിന്റെ ഫോഴ്സിന്റെ കമ്പണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർട്ടിക്കൽ കമ്പണന്റ് ആണ് ആർ ബി കോസ് 30 അല്ലേ? ഇൻറ്റു ലിവ് അറൗണ്ട് ഡിസ്റ്റൻസ് എത്രയാണ്? 6 മീറ്റർ അല്ലേ? ഈസ് ഈക്വൽ ടു 0 ആണ് നമ്മളുടെ കണ്ടീഷൻ. ഇനി എന്ത് ചെയ്യാം? ഇനി ഇതിനൊക്കെ സോൾവ് ചെയ്യുക. ആർ ബി 6 ആർ ബി cos 30 is equal to 20 plus 80 അല്ലേ? ഇനി എന്താ നമുക്ക് ആർ ബി സോൾവ് എടുക്കാലോ. ആർ ബി എത്ര കിട്ടും? ദാറ്റ് വുഡ് ബി 19.25 കിലോ ന്യൂട്ടൺസ് അല്ലേ? ഇപ്പൊ നമ്മൾ ആർ ബി സോൾവ് എടുത്തിട്ടുണ്ട്. ഇനി ആർ ബി നമുക്ക് നമ്മളുടെ പഴയ രണ്ട് ഇക്വേഷനിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ആർ ബി ഇവിടെ ആദ്യം ഞാൻ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇപ്പൊ ഇക്വേഷൻ എങ്ങനെയാവും? This will be RAV plus RB cos 30 അല്ലെ? RB യുടെ വാല്യൂ 19.25 cos 30 ഈക്വൽ ടു 0 എന്നായിരുന്നു നമ്മളുടെ ഇക്വേഷൻ. സോറി, 0 അല്ലല്ലോ, 30. സോ ഫ്രം ദാറ്റ് RAV ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്. That would be 13.33 കിലോ ന്യൂട്ടൺസ് അല്ലെ? RAV കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? സെയിം കണ്ടീഷൻ തന്നെ ഈ ആർ ബി കൊണ്ടുപോയിട്ട് എവിടെ? ഈ ഇക്വേഷനിൽ കൊണ്ടിടാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആർ എ എച്ച് ഇസ് ഈക്വൽ ടു ആർ ബി 19.25 sin 30. From that RH is equal to how much? 9.625 കിലോ ന്യൂട്ടൺസ് അല്ലേ? ഇനി നമുക്ക് ഈ വാല്യൂ ഒക്കെ ആ ഫിഗറിലേക്ക് എഴുതിയിട്ട് നീറ്റായിട്ട് വരയ്ക്കാം. ഒരു കോപ്പി എടുക്കുക, വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. RH-ന്റെ വാല്യൂ വാസ് 9.625 അല്ലേ? 9.625 കിലോ ന്യൂട്ടൺസ്. RAV-യുടെ വാല്യൂ 13.33 കിലോ ന്യൂട്ടൺസ്. 13.33 കിലോ ന്യൂട്ടൺസ്. RB-യുടെ വാല്യൂ എത്രയാണ്? 19.25 അല്ലേ? 19.25 കിലോ ന്യൂട്ടൺസ്.
നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ആറേനോ ഇപ്പൊ നമുക്ക് അതിന്റെ ആറയിൽ റിയാക്ഷനയുടെ ഹൊറിസോണ്ടൽ കമ്പണന്റും വെർട്ടിക്കൽ കമ്പണന്റും ആയിട്ടാണ് നമ്മളിപ്പോൾ റിസോൾവ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിനെ ഒരു ഒറ്റ ഫോഴ്സ് ആയിട്ട് ആറേ മാത്രമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫോഴ്സിന്റെ ഒക്കെ ഒരു കോപ്പി എടുക്കുകയാണ്. ഓക്കെ, സോ ഈ ഇപ്പൊ ഇത് രണ്ടുമാണ് ഫോഴ്സ്. ഇതിന്റെ റിസൾട്ടന്റ് എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? നമുക്ക് പാരലോഗ്രാം ലോയോ അല്ലെങ്കിൽ ട്രയാങ്കുലർ ലോയോ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ട്രയാങ്കുലർ ലോ ആണ് യൂസ് ചെയ്യുന്നത്. ട്രയാങ്കുലർ ലോ എന്താ പറയുന്നത്? നമുക്ക് രണ്ട് ഫോഴ്സിന് ഒരു ട്രയാങ്കിളിന്റെ അഡ്ജസൻറ്റ് സൈഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രണ്ട് ഫോഴ്സിന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡ് ടേക്കൺ ഇൻ ദി റിവേഴ്സ് ഡയറക്ഷൻ. ഇങ്ങനെയായിരിക്കും അതിന്റെ റിസൾട്ടന്റ് വരിക. അല്ലെ, ഇതാണ് ട്രയാങ്കുലർ ലോ പറയുന്നത്. നമുക്ക് ഒരു ഫോഴ്സ്, ഈ ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 19.625 കിലോ ന്യൂട്ടൺ ആണ്. വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 13.33 കിലോ ന്യൂട്ടൺസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് വിച്ച് ഈസ് RA എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ ഇതായിരിക്കും. ഇനി നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലെ, എങ്ങനെ എടുക്കാൻ പറ്റും? RA is equal to square root of 9.625 square plus 13.33 the square. അല്ലെ, ഇക്വേഷൻ എങ്ങനെ വന്നേ? RA is equal to square root of RAH square plus RAV square plus 2RAH RAV cos theta. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള ആംഗിൾ ആണ്. അത് 90 ഡിഗ്രി ആയത് കാരണം കോസ് തീറ്റ 0 ആവും. ആ ടൈം അങ്ങ് മൊത്തത്തിൽ 0 ആയിട്ട് വാനിഷ് ആവും. സോ ബാക്കി നമുക്ക് ഇത്ര ടൈം മാത്രമേ വരുള്ളൂ. ഫ്രം ദാറ്റ് RA is equal to how much? 16.44 കിലോ ന്യൂട്ടൺസ്. അല്ലേ, ഇനി നമുക്ക് ആറയുടെ ഇൻക്ലിനേഷൻ കൂടെ കണ്ടുപിടിക്കണം. എന്താ വേണ്ട? ഈ ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒരു ആംഗിൾ എടുക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RAയും വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ RAയും വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്നത് ഈ ആംഗിൾ ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, angle. So let this angle be phi. ആംഗിൾ ഫൈ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ട്രിഗണോമെട്രി യൂസ് ചെയ്യാം. അല്ലേ, നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ ഫൈ ഇസ് ഈക്വൽ ടു എന്നെ എഴുതാൻ പറ്റും? 9.625 ഡിവൈഡഡ് ബൈ 13.33. അല്ലേ, ഫ്രം ദാറ്റ് ഫൈ ഇസ് ഈക്വൽ ടു 35.83 ഡിഗ്രീസ്. ഓക്കെ, സോ നമുക്കതൊക്കെ ഈ ഫിഗറിലേക്ക് കൊണ്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ആറ് നമുക്ക് അതിൻ്റെ കമ്പണൻസിനൊക്കെ ഡിലീറ്റ് ചെയ്യാം. നമുക്കിനി നമ്മൾ റിയാക്ഷൻ ഏനെ മുഴുവനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതിൻ്റെ ആവശ്യമില്ല. ആറയുടെ വാല്യൂ എത്രയായിരുന്നു? ദാറ്റ് വാസ് 16.44 കിലോ ന്യൂട്ടൺസ്. അല്ലേ, അതിൻ്റെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ടുള്ള ഇൻക്ലിനേഷൻ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്.
അതിൻ്റെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വാസ് 35.83 degrees. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് അവസാനം റിസോൾവ് ചെയ്തിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, പക്ഷെ അതിനേക്കാളും ബെറ്റർ ഞാൻ ഒറിജിനൽ വെച്ചല്ലേ, നമുക്ക് ഇതും കൂടി കൊണ്ട് വെച്ചേക്കാം. RH was 9.625 kilonewtons. RAV was 13.33 kilonewtons. RB was 19.25 kilonewtons. നമുക്ക് ഒന്നെങ്കിൽ ഇതേപോലെയോ അല്ലെങ്കിൽ ഇതേപോലെയോ സോൾവ് കാണിക്കാം. ഇതായിരിക്കും കുറേ കൂടി ബെറ്റർ. നമുക്ക് പെട്ടെന്ന് ഒരൊറ്റ വാല്യൂ ആയിട്ട് പറയാം.